വിഷയമായിട്ട് രാവിലെ എന്തുവാ പരിപാടി എന്നുണ്ടെങ്കിൽ രാവിലെ 2 ബക്കറ്റ് വെള്ളമൊക്കെ നമ്മൾ മോളിൽ നിന്ന് ചുമന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി കഴുകണം. ഞാൻ രാവിലെ അമ്പലത്തിൽ വരെ പോകണം. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ കഴുകിയിട്ട് ഒരു വെട്ടം വരുമ്പോഴത്തേക്ക് ബാക്കി വീഡിയോ നമുക്കിടാം. അങ്ങനെ നമ്മൾ വണ്ടി കഴുകി തീർന്നിട്ടുണ്ട്. സുന്ദരി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ എടുത്ത് നോക്കണം. ലോങ്ങാണ് പോകുന്നത്. ഹായ് ഗായ്സ്, ഞാൻ ഹരീഷ്. ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ. അമ്പലത്തിലോട്ട് പോകാൻ അതുകൊണ്ട് നമ്മൾ നേരെ കാണുന്നത് അതാണ് അമ്പലമാണ്. അമ്പലത്തിൽ ഞാൻ പോയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പുതിയൊരു അമ്പലത്തിലാണ് പോകുന്നത് കേട്ടോ. ഈശ്വര സ്റ്റാർട്ടാവണേ. രാവിലെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. നമ്മുടെ ഗോപുര ഡെഡായി. ഞെക്കിയിട്ടൊന്നും ഓണാവുന്ന പോലും ഇല്ല. വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തവും പോലീസ്. നമ്മൾ വന്നിട്ടുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തൂപ്പുഴയാണ്. കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്ന് പറയുന്ന അമ്പലത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ്. ഇത് മാത്രമല്ല ഇവിടെ ഭയങ്കര തിരക്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കേരളത്തിലോട്ട് വരുന്ന അമ്പല ദർശനങ്ങളായിട്ടൊക്കെ വരുന്ന എല്ലാവരും ഫസ്റ്റിലെ വരുന്ന സ്പോട്ട് ഇതാട്ടോ. അത് മാത്രമല്ല റിട്ടേൺ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോഴും അവർ ലാസ്റ്റ് കയറുന്ന ഒരു അമ്പലവും കൂടി. അതുകൊണ്ട് മാത്രമല്ല ഇത്രയും തിരക്ക്. കാരണം ഇന്നലെ ഈ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം എല്ലാവരും ദർശനത്തിനായിട്ട് വന്നിരിക്കുക. നല്ല ക്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരുവല കിട്ടുന്ന നമ്മുടെ ഉണ്ണിയപ്പവും അരവണയും ഇവിടെ. ഞാൻ വരുന്ന സമയത്തിന് മുമ്പ് ഞാൻ കൂട്ടാനെടുത്ത് വെച്ചെന്നാടാ ഇവിടെ പോലീസ് അങ്ങനെ സീൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ വലിയ സീനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയത്ത് ഞാൻ അവനെ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന്റെ തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനാണ്. പിന്നെ ഇവിടെ റോഡ് ഫുള്ള് പോലീസായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് എന്നെ ആയതുകൊണ്ട് തന്നെ മാത്രമല്ല എല്ലാവരും കൂട്ടുകാരോട്ടൊക്കെ വന്ന് നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ നിന്നൊക്കെ നിന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. നമുക്ക് തന്നെ ഫോട്ടോ എടുത്താൽ ആരുമില്ല. അതുകൊണ്ട് അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. പിന്നെ ആ കണ്ണാടി നോക്കി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഹെൽമെറ്റ് ഇവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ പോയവരെല്ലാം പറയുന്നത് മീനൊന്നും ഇല്ലെന്നാണ്. ഒരു മീനും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. മീൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ചിലവരൊക്കെ വന്നിട്ട് പോയി കേട്ടാ. മീനൊന്നും ഇല്ല, ഇട്ടിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞ്. അവരിൽ അവിടം വരെയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. കുറച്ച് ആൾക്കാരൊക്കെ അവിടം വരെ വന്നിട്ട് പോയി. നമ്മളിട്ട് എന്തായാലും തിന്നിട്ടുണ്ട്. ഇതിന് 100 രൂപയാണ് ഒരു പ്ലേറ്റിന്. ആർച്ചയാണ് മീൻ കൂട്ടെന്നൊക്കെ പറഞ്ഞ കൂട്ടാനെടുത്ത് ഞാൻ വിളിച്ചു. ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെ പോലീസൊക്കെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി വരുന്നില്ലേ. അപ്പം പറഞ്ഞാടാ സീനൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ അവൻ പറഞ്ഞാൽ എന്തായാലും നീ വരുമ്പോൾ മീനൂട്ട് നടത്തണേ ആണെന്ന് ഒരു വിശ്വാസമല്ലേ. ഓക്കെ. പക്ഷേ ഇവിടെ ഉള്ള എന്താണ്ട് കാണിച്ചുതരാം. ഇവിടെയൊക്കെ നിന്നിടുന്നവരുണ്ട് കേട്ടോ. ഇവിടെ കൈ നോക്കുന്ന ഒരാളുണ്ട്. ഇന്ന് മറ്റേ തത്ത വെച്ചിട്ട്. ഞാൻ എതിരായിട്ട് നോക്കിയിട്ടില്ലേ. എന്തോ പറയുന്നതെന്നറിയാം. നോക്കിയാലേ ഈ കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. വലിയ തട്ടിപ്പൊക്കെ ആണെന്നാലും ഒരു ചെറിയ ഫണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമേ പുള്ളിക്കാരൻ ഇരുന്നിടം തൊട്ട് പുള്ളിക്കാരൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതെങ്ങനെ അവർക്ക് പറയാൻ പറ്റുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞതെന്നുള്ളതൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം. നേരത്തെ ഷോപ്പിൽ കയറണം കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിരക്ക്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിരുന്ന വീഡിയോ എടുക്കാൻ പറ്റും. അത് വണ്ടി ഇരിക്കുന്നിടത്ത് പോകും. ഓക്കെ. അവിടെ പോകുന്ന വഴിക്ക് ഗോപ്രം ഓണാവോ നോക്കണം. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം പകുതി ഇങ്ങോട്ട് വരുന്ന കിട്ടിയില്ല. അവിടെ ഫുള്ള് പോലീസാണ്. എങ്ങനെയാലും നമുക്ക് അപ്പുറം കടക്കണം. അതാണ് വിഷയം. ഫുള്ള് പോലീസാണ്. ഞാൻ വരുന്ന വഴിക്കുണ്ട് ഒരു ഇൻ്റർസെപ്റ്റർ ഇടിച്ച് നശിപ്പിച്ച്. എന്തോ വരക്കുമായിരിക്കും വന്ന കോപ്പ്. ഈ വീട്ടിലെ ക്യാമറക്കകത്ത് നോക്കിയാൽ കിട്ടും.
സോ അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ റെക്കോർഡിംഗ് റൂം, നമ്മുടെ വാഷ്റൂമാണ് എൻ്റെ റെക്കോർഡിംഗ് റൂം. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഷോർട്സിനൊക്കെ വീഡിയോയും വോയിസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ഫുൾ നമ്മുടെ ഷോപ്പിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും 1000 വിഷു ആശംസകൾ. അപ്പം കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പം ഹാപ്പി വിഷു. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നമ്മൾ 3000 സബ്സ്ക്രൈബർ ആവാൻ പോകും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ 3000 സബ്സ്ക്രൈബർ എത്തുന്നതായിരിക്കും. ബൈ ബൈ.